പരസ്യമായി പ്രതികരിച്ചത് തെറ്റായിപ്പോയി. നിലപാട് മയപ്പെടുത്തി പത്മകുമാർ. നമസ്കാരം. ഭാരതസ്പദം വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ ഇടഞ്ഞു നിന്ന CPM നേതാവ് പത്മകുമാർ നിലപാട് മയപ്പെടുത്തി. പരസ്യ പ്രതികരണം നടത്തിയത് തെറ്റായിപ്പോയി. പാർട്ടിക്കുള്ളിലാണ് പറയേണ്ടിയിരുന്നത്. 50 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ വൈകാരികമായി പ്രതികരിച്ചു പോയതാണെന്നും പത്മകുമാർ പറഞ്ഞു. അതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി വന്നാലും വിഷമമില്ല. കേഡറിന് തെറ്റ് പറ്റിയാൽ അത് തിരുത്തണ പാർട്ടിയാണ് CPM. മുതിർന്ന നേതാക്കൾ പലരും വിളിച്ചു. 52 വർഷത്തോളം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ? ഇപ്പോൾ 66 വയസ്സായി. കൂടി വന്നാൽ 75 വയസ്സ് വരെ കാണുമായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്നെ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തിനെതിരെ അവസാന കാലത്ത് പ്രവർത്തിക്കുമെന്നാണോ കരുതുന്നതെന്ന് പത്മകുമാർ ചോദിച്ചു. BJP നേതാക്കൾ വന്ന് തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്ന് പത്മകുമാർ പറഞ്ഞു. BJP നേതാക്കൾ വീട്ടിലെത്തിയത് മാധ്യമ ശ്രദ്ധ കിട്ടാനാണ്. താൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് BJP നേതാക്കൾ വീട്ടിൽ വന്നത്. BJPക്കാർ വീട്ടിൽ വന്നതിൽ ഗൂഢാലോചനയുണ്ടോ എന്നും സംശയമുണ്ട്. ഫേസ്ബുക്കിൽ അപ്പോഴത്തെ വികാരത്തിൽ പോസ്റ്റ് എടുത്താണ്. അത് ശരിയല്ലെന്ന് തോന്നിയപ്പോൾ 1 മണിക്കൂറിനകം തിരുത്തുകയും ചെയ്തിരുന്നു. CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധ അലയൊലികൾ സ്വാഭാവികമാണ്. അത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ പരിഹരിക്കും. 52 വർഷമായി CPMലാണ് പ്രവർത്തിച്ചത്. വേറെ എങ്ങും നിന്നും കയറി വന്നതല്ല. ജനപ്രതിനിധിയാകണമെന്ന് കരുതി വന്നതുമല്ല. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് പാർട്ടിയിൽ വന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് പാർട്ടിയിൽ പ്രവർത്തിച്ചു. ചെറുപ്പത്തിൽ MLA ആയിപ്പോയി എന്ന കുഴപ്പമേ സംഭവിച്ചിട്ടുള്ളൂ. നാളെ നടക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്നും പത്മകുമാർ പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് പത്മകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പുതിയ സംസ്ഥാന കമ്മിറ്റിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കിപത്രം, ലാൽ സലാം എന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത് വിവാദമായതോടെ പിൻവലിച്ചു. ഇതിന് പിന്നാലെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അടക്കമുള്ളവർ പത്മകുമാറിനെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. രാത്രിയും മുതിർന്ന നേതാക്കൾ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധത്തിൽ പത്മകുമാർ അയവ് വരുത്തിയെന്നാണ് വിവരം. കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ അടക്കമുള്ളവർ ജീവനക്കാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ വെച്ച് ട്രെയിനിയായ മെയിൽ നഴ്സ് അറസ്റ്റിൽ. കോട്ടയം മാഞ്ഞൂർ സൗത്ത് ചരളേൽ ആൻസൺ ജോസഫിനെയാണ് ഗാന്ധിനഗർ പോലീസ് പിടികൂടിയത്. IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയും മറ്റ് നഴ്സിംഗ് അസിസ്റ്റന്റുമാരും അടക്കമുള്ളവർ വസ്ത്രം മാറുന്ന ചേഞ്ചിങ് മുറിയിൽ നിന്നും ഇന്നലെ ഓണാക്കിയ നിലയിൽ മൊബൈൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു. BSc നഴ്സിംഗ് പൂർത്തിയാക്കിയ ആൻസൺ 1 മാസം മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശീലനത്തിനായി എത്തിയത്. ആൻസണിന് ശേഷം വസ്ത്രം മാറാൻ മുറിയിൽ കയറിയ ജീവനക്കാരിയാണ് ക്യാമറ ഓണാക്കിയ നിലയിൽ ചേഞ്ചിങ് റൂമിൽ നിന്നും കണ്ടെത്തിയത്. തുടർന്ന് ഇവർ വിവരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരെയും പിന്നീട് ഗാന്ധിനഗർ പോലീസിനെയും അറിയിക്കുകയായിരുന്നു. കോട്ടയംകാരുടെ ശ്രദ്ധയ്ക്ക്, പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ കുട കരുതാൻ മറക്കേണ്ട. വേനൽ വെയിലിൽ കോട്ടയം ജില്ല ചുട്ടുപൊള്ളുന്നു. കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്നലെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനില കോട്ടയത്ത്, അതായത് 38.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മറ്റു കേന്ദ്രങ്ങളിലെ താപനില കണ്ണൂർ വിമാനത്താവളം 37.6 ഡിഗ്രി, നെടുമ്പാശ്ശേരി വിമാനത്താവളം 37.4, തൃശ്ശൂർ 37, പുനലൂർ 36.5, കോഴിക്കോട് 36.2, പാലക്കാട് 35.4, തിരുവനന്തപുരം വിമാനത്താവളം 33.1 ഡിഗ്രി സെൽഷ്യസ്. സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് സൂചികയും ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത് ആശങ്കയ്ക്ക് കാരണമായി. സൂര്യനിൽ നിന്നും ഭൗമ തലത്തിൽ പതിക്കുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ രാജ്യാന്തര സൂചികയാണ് അൾട്രാവയലറ്റ് ഇൻഡെക്സ്. ഉയർന്ന UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയ ജില്ലകൾ കൊല്ലം 10, പത്തനംതിട്ട 9, ആലപ്പുഴ 9, ഇടുക്കി 9, പാലക്കാട് 8, മലപ്പുറം 8. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വെയിലത്ത് ജോലി ചെയ്യുന്നവരും നേത്ര രോഗങ്ങളുള്ളവരും ക്യാൻസർ പോലെ ഗുരുതര രോഗങ്ങളോ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരോ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും അറിയിപ്പുണ്ട്. നാളെയും മറ്റന്നാളും കേരളത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യത. ആശാവർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ. കേരളത്തിലെ ആശാവർക്കർമാരുടെ എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർത്തതാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു. കേന്ദ്രം നൽകിയിട്ടുള്ള വിഹിതം നൽകിയിട്ടുണ്ട്, എന്നാൽ പണം വിനിയോഗിച്ചതിനുള്ള വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 1 രൂപ പോലും കേരള സംസ്ഥാനത്തിന് നൽകാനില്ല, എന്നാൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാനം നൽകിയിട്ടില്ല.
ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്നും JP നദ്ദ അഭിപ്രായപ്പെട്ടു. രാജ്യസഭയിൽ P. സന്തോഷ് കുമാർ MP ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന. അതേസമയം കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സംസ്ഥാനത്തു നിന്നുള്ള UDF MPമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. ആശാവർക്കർമാരുടെ ശമ്പളം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, ആശാവർക്കർമാർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം.